ഓക്കെ, അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് സിസ്റ്റം സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ, ടെക്സ്റ്റ് എഡിറ്ററിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ മേ ബി ഇതെല്ലാവർക്കും ഇത് അറിഞ്ഞോളണമെന്നില്ല. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ സിസ്റ്റമൊക്കെ നമ്മുടെ ഒരു കോഡിംഗ് ലെവലിൽ നമ്മൾ ഇരിക്കുമ്പോൾ എന്തൊക്കെ ടൂൾസാണ് നമുക്ക് വേണ്ടത് എന്നുള്ളത്, എവിടെ നിന്നാണ് കിട്ടുക, എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ഇൻസ്റ്റാളേഷൻ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് അറിയുന്നുണ്ടാവും. നിങ്ങൾ ജസ്റ്റ് ഒന്നുമില്ല, ജസ്റ്റ് റീഡ് ചെയ്തിട്ട് നെക്സ്റ്റ് കൊടുത്ത് നമ്മൾ നെക്സ്റ്റ് അവരെ പോളിസിയും കാര്യങ്ങളൊക്കെ നെക്സ്റ്റ് അടിച്ചു വിടുക. അതുപോലെ തന്നെ പിന്നെ എന്തുണ്ടാവും, അവരെ ലൈസൻസും കാര്യങ്ങളൊക്കെ അക്സെപ്റ്റ് ചെയ്യുക. ഏത് പാത്തിലേക്കാണ് നമ്മളിത് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് അത്രയൊക്കെ തന്നെ ചോദിച്ചുള്ളൂ. ബൈ ഡിഫോൾട്ട് നിങ്ങൾ ജസ്റ്റ് നെക്സ്റ്റ് അടിച്ചു കൊടുത്താൽ മതി, വേറെ ഒന്നും അതിൽ കാര്യമായിട്ട് ചെയ്യേണ്ട. പിന്നെ അതിനെ കുറിച്ചിട്ട് ഡെപ്തിലേക്കൊക്കെ പോകുമ്പോൾ മാത്രം ഇതിൽ ഏതൊക്കെ ടൂൾസാണ് നമുക്ക് വേണ്ടത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതി. ഓക്കെ, ഫസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് VS കോഡ് ഡൗൺലോഡ് ചെയ്യാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ VS കോഡ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ബ്രൗസറിൽ വരിക, അവിടെ VS കോഡ് എന്ന് അടിച്ചു കൊടുത്താൽ തന്നെ മതി. ഇവിടെ ഡൗൺലോഡ് ഓപ്ഷൻ കാണും. ആ ഡൗൺലോഡ് ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പ്ലാറ്റ്ഫോം ഏതാണോ നോക്കും. ഇത് ലിനക്സ് അല്ലെങ്കിൽ ഉബുണ്ടു ഇതൊക്കെയാണ്. ഇത് മാക്ക്, ഇത് വിൻഡോസ്. ഇതിലേത് സിസ്റ്റം നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞ് അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് യൂസ് ചെയ്യാവുന്നേ ഉള്ളൂ. അതുപോലെ തന്നെ ഇതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഇതിൽ കൊടുക്കുക. ഇതൊന്നും എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്, പ്രത്യേകം എടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് എന്നാലും പറഞ്ഞു പോവാണ്. വൺസ് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ, ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെർച്ച് ചെയ്താൽ കാണാം, വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ആണ് വരുന്നുണ്ടാവുക. VS കോഡ് എന്ന് ഷോർട്ടായിട്ട് പറയുന്നേ ഉള്ളൂ. ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. ഓക്കെ, ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും നിങ്ങൾക്ക് കാണുന്നുണ്ടാവുക. നിങ്ങൾ മുന്നേ വല്ല പ്രൊജക്ട്സ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ റീസെൻസിൽ ഇവിടെ കാണാൻ പറ്റും. പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യുക, പുതിയൊരു ഫയൽ ഓപ്പൺ ചെയ്യുക, ഫോൾഡർ ഓപ്പൺ ചെയ്യുക, ഗിറ്റബ് ഒന്ന് ക്ലോൺ ചെയ്യാൻ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇത് നമുക്ക് ആവശ്യാനുസരണം ഓരോന്ന് യൂസ് ചെയ്താൽ മതി. അപ്പോൾ മേ ബി ഇവിടെ കുറേ നിങ്ങൾക്ക് നിങ്ങളുടെ സിസ്റ്റത്തിൽ ഇതൊന്നും ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ മേ ബി ഇതൊന്നും ഇവിടെ കാണുന്നുണ്ടാവില്ല. കാരണം ഇതൊക്കെ ഓരോ എക്സ്റ്റൻഷൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. എക്സ്റ്റൻഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് യൂസ്ഫുൾ ആവുന്ന കുറേ ടൂൾസ് ഉണ്ട്. ഓക്കെ, അപ്പം ഞാൻ മുന്നേ പറഞ്ഞ പോലെ ജസ്റ്റ് നോട്ട് പാഡ് യൂസ് ചെയ്താൽ മതി നമുക്കിത് ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. പക്ഷേ നമുക്ക് അതിൽ അഡീഷണൽ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കുറവായത് കാരണം നമ്മൾ ഇതുപോലെ ഒരു ടെക്സ്റ്റ് എഡിറ്റർ ചൂസ് ചെയ്തു. ഈ ടെക്സ്റ്റ് എഡിറ്ററിൽ നമുക്ക് ഇനി അഡീഷണൽ ആയിട്ട് നമുക്ക് നമ്മൾ ഇഷ്ടാനുസരണം കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. കസ്റ്റമൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് വേണ്ട കുറേ ടൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓട്ടോ കംപ്ലീറ്റ് ചെയ്യുന്ന ടൂൾസ് ഉണ്ടാവും. നമുക്ക് കോഡ് ഓട്ടോമാറ്റിക് ജനറേറ്റ് ചെയ്യുന്ന ടൂൾസ് ഉണ്ട്. ഇതുപോലെ ഇഷ്ടംപോലെ. ഇപ്പോൾ AI-ൻ്റെ കാലഘട്ടമാണ്. അത്യാവശ്യം AI റിലേറ്റഡ് എക്സ്റ്റൻഷൻ ഒക്കെ വന്നിട്ടുണ്ടാവും. ഞാൻ ഇത് അത്ര അപ്ഡേറ്റഡ് ഒന്നല്ല, കുറച്ച് പുറകിലാണ്. എക്സ്റ്റൻഷൻ ഞാൻ അന്ന് ഏകദേശം 2-3 വർഷം മുമ്പ് യൂസ് ചെയ്തിരുന്നത് തന്നെയാണ് ഇപ്പോഴും യൂസ് ചെയ്യുന്നത്. മേ ബി ഇതിൻ്റെ പുറകിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കൊന്നും കൂടെ നമ്മളെ വർക്കൊക്കെ ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് ഓരോ എക്സ്റ്റൻഷൻസ്. ഓക്കെ, ഇവർ റെക്കമെൻഡ് ചെയ്യുന്ന കുറച്ചെണ്ണം ഉണ്ട്. ഇതൊക്കെ ഉപകാരമുള്ള കാര്യം തന്നെയാണ്. പക്ഷേ ഇതെല്ലാം കൂടെ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ മേ ബി നമ്മുടെ സിസ്റ്റത്തിൽ ലോഡ് കൂടാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആവശ്യാനുസരണം നോക്കിയും കണ്ടും എന്ത് ചെയ്യുക, എക്സ്റ്റൻഷൻസ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യുക. എക്സ്റ്റൻഷൻ ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ സിസ്റ്റത്തിൽ മേ ബി 3-4 ഓപ്ഷൻസ് ആയിരിക്കും ഉണ്ടാവുക. ഇവിടെ ഇതേപോലെ ഒരു ഐക്കൺ ഉണ്ടാവും, അത് എക്സ്റ്റൻഷനാണ്. അതെടുക്കുക. നിങ്ങൾക്ക് വേണ്ട എക്സ്റ്റൻഷൻ്റെ എന്താ വേണ്ടത് വെച്ചാൽ അത് ഇവിടെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ കറസ്പോണ്ടിങ് എക്സ്റ്റൻഷൻ അവിടെ വരും. മേ ബി ഓട്ടോ കംപ്ലീറ്റ്, ഇതൊക്കെ ഓരോ ടൈപ്പ് എക്സ്റ്റൻഷനാണ്. ഓട്ടോ കംപ്ലീറ്റ് ടാഗ്, നമ്മൾ ടാഗ് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഒരു സപ്പോസ്
ബട്ടൺ എന്നുള്ളൊരു ടാഗാണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ BUTTO എന്നടിക്കുമ്പോൾ തന്നെ ഓട്ടോ കംപ്ലീറ്റ് ആയി വരും. ജസ്റ്റ് അത് നോക്കി കഴിഞ്ഞാൽ ബട്ടൺ ടാഗ് ഓപ്പൺ ആയും ക്ലോസ് ചെയ്യും. അതിൻ്റെ അടിയിൽ മേ ബി ഒരു ടെക്സ്റ്റ് വരെ വരും. ഇതെന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എടുത്ത് നോക്കിയാൽ മതി, ഇതിനകത്ത് കാണും. അതിൻ്റെ ഒരു എക്സാമ്പിളൊക്കെ പലതിലും കൊടുത്ത് കാണാറുണ്ട്. ഓട്ടോ റീനെയിം ടാഗ്, ഓട്ടോ ക്ലോസ് ടാഗ്, ഇതൊക്കെ ഇതിനകത്ത് വരുന്നതാണ് എന്നാണ് തോന്നുന്നത്. നമ്മൾ ടാഗ് സെപ്പറേറ്റ് ക്ലോസ് ചെയ്യണ്ട. എൻ്റെ ഓൾറെഡി ഇത് ഒരെണ്ണം മാത്രമല്ല, ഇതിൻ്റെ സെയിം ഫീച്ചർ തരുന്ന വേറെയും ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ഞാനിത് ഓൾറെഡി എൻ്റെ സിസ്റ്റത്തിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യാനുസരണം എക്സ്റ്റൻഷൻസ് ഒക്കെ ഗൂഗിൾ ചെയ്യുക, ആവശ്യമുള്ളത് ഇതിൽ സെറ്റ് ചെയ്യുക. ഇനി ഞാൻ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഞാൻ യൂസ് ചെയ്യുന്നത് യൂസ്ഫുള്ളായി തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതിൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നും റീഡ് ചെയ്തിട്ട് ആവശ്യാനുസരണം ഇൻസ്റ്റാൾ ചെയ്താൽ മതി. പിന്നെ വരുന്നത് നമ്മുടെ എക്സ്പ്ലോറർ. ഇത് എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഇതിൽ ഫയൽസ് ഒന്നും ഓപ്പൺ ചെയ്തിട്ടില്ല, അതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും കാണുന്നില്ല. നമ്മൾ ഇന്നലെ ചെയ്തു വെച്ചിട്ടുള്ള ഫയൽ ഓപ്പൺ ചെയ്യാൻ പോവാണ്. ഡെസ്ക്ടോപ്പിലായിരുന്നു ഞാനത് സേവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ഫോൾഡറാണ് ഞാൻ ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് ഇതിന്മേൽ ഡബിൾ ക്ലിക്ക് നോക്കി കഴിഞ്ഞാൽ ഇതിനകത്തൊന്നും കാണുന്നില്ല. ഓക്കെ, ഫോൾഡർ ടൈപ്പ് വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇത് കാണിക്കാത്തത്. നമ്മൾ ഓപ്പൺ ഫോൾഡറാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഞാൻ ചെയ്തതൊക്കെ കാണുന്നില്ല എന്നൊക്കെ മേ ബി പരാതി പല ടൈമിലും വരാറുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കുക, നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ള ഓപ്ഷൻ റൈറ്റ് ഓപ്ഷൻ ആണോ എന്ന് നോക്കുക. അത് കാരണമാണ് ഇവിടെ കാര്യങ്ങളൊന്നും കാണാത്തത്. ഓക്കെ, അപ്പോൾ എനിക്ക് ഈ ഒരു ഫോൾഡറാണ് ഈ ഒരു VS കോഡിൽ ഓപ്പൺ ചെയ്ത് വരേണ്ടത്. അപ്പോൾ ജസ്റ്റ് സെലക്ട് ഫോൾഡർ കൊടുക്കുക. ഇത് ഒരു മെത്തേഡ്. ഇതിങ്ങനെ തന്നെ ചെയ്യണമെന്ന് ഒരു നിർബന്ധമല്ല. വേറൊരു മെത്തേഡ് എന്ന് പറയുന്നത് ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യുക, നമ്മുടെ ഡെസ്ക്ടോപ്പിൽ പോവുക. ഡെസ്ക്ടോപ്പിൽ പോയിട്ട് ഇതാണ് ആ ഫോൾഡർ. ഈ ഫോൾഡർ ജസ്റ്റ് ഡ്രാഗ് ചെയ്തിട്ട് ഇതിനകത്ത് കൊണ്ടുവന്ന് ഇട്ടാലും മതി, അപ്പോഴും അത് ഓപ്പൺ ആവുന്നത്. സെയിം ഫോൾഡർ ഓപ്പൺ ചെയ്തുകൊണ്ടാണ്. ഇത് വേറൊരു ഫോൾഡറാണ്, അത് ജസ്റ്റ് ഓപ്പൺ ചെയ്യുന്നത് കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോൾ ആ ഫോൾഡർ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇതിനകത്തുള്ള കണ്ടന്റ് ഒക്കെയാണ് ഈ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ ഇതാണ് വേണ്ടത്. ഞാൻ ഇതന്നെ യൂസ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഡ്രാഗ് ചെയ്തിട്ടാലും മതി എന്ന് പറഞ്ഞു തരാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രോജക്റ്റ് ആ ഫോൾഡർ ഇതിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി ഇതെങ്ങനെ വ്യൂ ചെയ്യാന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. ജസ്റ്റ് ഇതിന്മേൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കോഡ് ഇവിടെ കാണിക്കും. ഓക്കെ, ഇനി നമുക്ക് അഡീഷണൽ ആയിട്ട് വേറെ ഫയൽ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വേറെ ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യാം. index.html എന്ന് കൊടുത്തു, ഫയൽ ക്രിയേറ്റ് ആയി. ഓക്കെ, ഇനി വേണമെന്നുണ്ടെങ്കിൽ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതെല്ലാം വേറൊരു ഫോൾഡറിനകത്ത് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പുതിയ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. HTML ട്യൂട്ടോറിയൽ എന്ന് കൊടുക്കാം. അപ്പോൾ അതിനകത്ത് പ്രത്യേകിച്ച് ഒന്നുമില്ല. അപ്പോൾ ഞാൻ ഈ സാമ്പിൾ എന്നുള്ള ഇത് എന്ത് ചെയ്യാണ്, ഇത് ഡ്രാഗ് ചെയ്തിട്ട് അതിനകത്തോട്ട് കൊണ്ടുപോയിടുകയാണ്. ഓക്കെ, അപ്പോൾ ചോദിക്കുന്നുണ്ട് ആർ യു ഷുവർ യു വാണ്ട് ടു മൂവ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഓക്കെ, മൂവ് ചെയ്തോട്ടെ. ഇപ്പോൾ അത് കിടക്കുന്നത് ഇതിനകത്താണ്. ഇത് കണ്ടില്ല, ചെറിയൊരു സ്പേസിങ് കഴിഞ്ഞിട്ടാണ് ഈ ഫയൽ വരുന്നത്. അപ്പോൾ അതിനർത്ഥം എന്താ, ഈ HTML ട്യൂട്ടോറിയലിനകത്താണ് ഈ sample.html കിടക്കുന്നത്. ഓക്കെ, ഇതിങ്ങനെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം, ഷ്രിങ്ക് ചെയ്യാം. ഓക്കെ, ഇതിനിപ്പോൾ നമുക്ക് ഇവിടെ വേണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഡിലീറ്റ് അടിച്ചു കഴിഞ്ഞാൽ ഇവിടുന്ന് ഡിലീറ്റ് ചെയ്യാനും പറ്റും. ഇതൊക്കെ നമുക്ക് ഈ ഒരു VS കോഡിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ അടുത്തൊരു ഫീച്ചർ. ഈ ഫീച്ചറൊന്നും നമ്മുടെ നോട്ട് പാഡിനൊന്നും കാണില്ല. ഇത് ആക്ച്വലി എന്താണ്, നമ്മൾ ഇവിടെ ഫോൾഡർ ഓപ്പൺ ചെയ്തിട്ട് ഈ ഫോൾഡറിനകത്ത് ഇവിടെ ചെയ്യുന്ന പണി തന്നെയാണ് അവിടെയും ചെയ്യുന്നത്. ഇത് പിടിച്ച് ഡ്രാഗ് ചെയ്തിട്ട് ഫോൾഡറിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ടു എന്നുള്ളൂ. ഇത് ആദ്യം ഇവിടെ കടന്നിരുന്നത്, ഇത് ഇവിടെയാണ് കടന്നിരുന്നത്. ഇത് ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് ഇതിൻ്റെ ഉള്ളിലേക്ക് മൂവ് ചെയ്തിട്ടു എന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ ഇത് ആവശ്യമില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓക്കെയാണ് എന്ന് വിചാരിക്കുന്നു. പിന്നെ നമുക്ക് ഫയൽസ് സേവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ വരുത്തി, അപ്പോൾ ഇവിടെ ചെക്ക് ചെയ്യുക. ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ ഒരു ക്രോസ് മാർക്ക് വരുന്നില്ല, ഒരു ഡോട്ടാണ് വരുന്നത്. ആ ഡോട്ടിന് അർത്ഥം എന്താ വെച്ചാൽ നമ്മൾ സേവ് ചെയ്യാത്ത കണ്ടൻസ്, സേവ് ചെയ്തിട്ടില്ല, കോഡ് ചേഞ്ച് വരുത്തിയിട്ടുണ്ട് എന്നുള്ളൊരു മീനിങ് ആണത്. ഓക്കെ, Ctrl+S എന്ന് കൊടുത്തു കഴിഞ്ഞാൽ സേവ് ആയി. അപ്പോൾ എന്തായി, അവിടെ ക്ലോസ് ആയി, ക്ലോസ് മാർക്ക് വന്ന്.
അപ്പോൾ അങ്ങനെയാണ് നമ്മളൊരു ഫയൽ സേവ് ആയിട്ടുണ്ടോ ഇല്ല എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. നമുക്ക് ഓരോ ലൈൻ എൻ്റർ ചെയ്ത് കഴിഞ്ഞാലും ഓട്ടോമാറ്റിക് സേവ് ചെയ്യുന്ന ഫീച്ചറൊക്കെ ഇതിലുണ്ട്. ചിലത് ഉപകാരപ്പെടും, ചിലത് ഉപകാരപ്പെടില്ല. അപ്പം അതുകൊണ്ട് ഞാനിത് ഓഫാക്കി വെച്ചിരിക്കുകയാണ്. നമുക്ക് അത് പതിയെ നിങ്ങൾക്ക് നിങ്ങളെ ആവശ്യാനുസരണം അത് എനേബിൾ ചെയ്യുക, ഡിസേബിൾ ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. ഓക്കെ, ഇതാണ് ഇതിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഇതിപ്പോൾ സേവ് ചെയ്തു, അതുകൊണ്ട് ഇങ്ങനെ പിന്നെ അതാ ഈ ലൈൻ മാർക്കൊക്കെ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വാണിങ്ങും അതുപോലെ എറേഴ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വേറെ രീതിയിൽ ഇത് കാണിക്കും. ഓക്കെ, ഇതിൻ്റെ ഒക്കെ ഉദ്ദേശം എന്താ വെച്ചാൽ നമുക്ക് ചെക്ക് ചെയ്യുമ്പോൾ തന്നെ പെട്ടെന്ന് മനസ്സിലാവും. ഇത് കണ്ടില്ലേ, ആഡ് ആൻ ആൾട്ട് ആട്രിബ്യൂട്ട് ടു ദിസ് ഇമേജ്. SEOന്റെ പരമായിട്ടൊക്കെ ഉള്ള ഒരു ടാഗാണ് ആൾട്ട് ഈക്വൽ ടു സാമ്പിൾ. ഇത് കൊടുത്തപ്പോൾ ആ വാണിങ് പോയി. അപ്പം നമുക്ക് അത്രയും വൃത്തിയിൽ നമുക്കിത് കോഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് ലാങ് പറഞ്ഞിട്ടുള്ളൊരു ആട്രിബ്യൂട്ട് ആഡ് ചെയ്യാനാണ്. അതൊക്കെ ഒന്നും ഇല്ലെങ്കിലും ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഔട്ട്പുട്ടൊക്കെ കാണും. മേ ബി ചില ബ്രൗസറിൽ വർക്കാവില്ല. അപ്പം നമ്മൾ എന്തുകൊണ്ടാണ് ഇതിൽ വർക്കാവാതെ എന്നൊക്കെ നോക്കുമ്പോഴായിരിക്കും ഗൂഗിളിൽ നിന്ന് നമുക്ക് ആൻസർ കിട്ടുക, അല്ലെങ്കിൽ ChatGPT അല്ലെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾ ആരെങ്കിലും ഒക്കെ. ഓക്കെ, അവരുടെ നിന്നൊക്കെ നമുക്ക് കിട്ടും. ഇത് ഇങ്ങനൊരു ഫീച്ചർ, ഒരു ആട്രിബ്യൂട്ട് ഉണ്ട്, ആ ആട്രിബ്യൂട്ട് അതിൽ ഉണ്ടാവില്ല, അതുകൊണ്ടായിരിക്കും എന്ന് കിട്ടുമ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാവുക. നമ്മളിപ്പോൾ അധികം ഫെമിലിയർ ആയിട്ട് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇതല്ലാതല്ല വേറെ ഏതെങ്കിലുമൊക്കെ ബ്രൗസറോ സിസ്റ്റോ OS ഒക്കെ യൂസ് ചെയ്യുമ്പോഴേക്കും മേ ബി അങ്ങനത്തെ ഒക്കെ ഇഷ്യൂസ് അറൈസ് ചെയ്യുക. അതിപ്പോൾ ആൾട്ട് ടാഗ് ഇല്ലാന്നുണ്ടെങ്കിലും സംഭവമൊക്കെ വർക്കാവും, പ്രശ്നമൊന്നുമില്ല. ജസ്റ്റ് ആ വാണിങ് അവിടെ മേ ബി കാണിക്കുന്നുള്ളൂ, വേറെ ഒരു പ്രശ്നമില്ല. അപ്പോൾ ഇങ്ങനെ ഇതാണ് VS കോഡിനെ പറ്റിയിട്ട്. പിന്നെയും കുറേ കാര്യങ്ങളുണ്ട്, അതൊക്കെ നമുക്ക് ആവശ്യാനുസരണം നോക്കാം. ഇതിപ്പോൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ മൊത്തം VS കോഡ് പറഞ്ഞ് നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് ബോറടിപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കുക. സെർച്ച് എന്തിനാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇതിലിപ്പോൾ ഒരു സിംഗിൾ ഫയലേ ഉള്ളൂ. ഞാൻ ഈ ഒരു ബോഡി എവിടേക്ക് എഴുതിയിട്ടുണ്ടെന്ന് നമുക്ക് കാണുന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ Ctrl+Shift+F അടിക്കുക. അപ്പോൾ ഈ സെർച്ചിൽ പോയിട്ട് ആ ബോഡി അവിടെ കൊണ്ടുപോയി ഓട്ടോമാറ്റിക് വന്നോളും. ഈ ബോഡി എവിടെ യൂസ് ചെയ്തിട്ടുള്ളത്, ഈ sample.html-നകത്ത് 2 യൂസേജ് ഉണ്ട്. അതാണ് ഇത്. പിന്നെ ഇത് sample.html-നകത്ത് ഇത് യൂസേജ് അല്ല, അത് വേറെ എന്താണ്. ഓക്കെ, 2 പ്രോബ്ലം ഉണ്ട് എന്നാണ് കാണിക്കുന്നത്. ഈ 2 വാണിങ്ങിനെയാണ് അത് സൂചിപ്പിക്കുന്നത്. ഈ sample.html-നകത്താണ് ഈ ബോഡി എന്നുള്ളത്. അപ്പോൾ ജസ്റ്റ് നമ്മൾ ബോഡി ടാഗ് ഇൻക്ലൂഡ് ചെയ്യാതെ ജസ്റ്റ് ആ ബോഡിന്ന് മാത്രം Ctrl+Shift+F അടിച്ചു കഴിഞ്ഞാൽ 2 എണ്ണം വന്ന് ഈ 2 സ്ഥലത്ത് ഇത് എഴുതിയിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, ഇത് നമുക്ക് നമ്മുടെ ഈ ഒരു ഓപ്പൺ ചെയ്തിട്ടുള്ള പ്രോജക്റ്റിലെ എല്ലാ സ്ഥലത്തും പോയി ചെക്ക് ചെയ്തിട്ടാണ് നമുക്ക് ഈ ഒരു ഔട്ട്പുട്ട് കാണുക. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഫയലിൻ്റെ ഉള്ളിൽ മാത്രം ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് Ctrl+F അടിച്ചാൽ മതി. എന്നിട്ട് ബോഡി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ച് വരും. ഓക്കെ, ഇവിടെ ഇങ്ങനെ ഡൗൺ ആരോ ഒക്കെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് അത് ആ സെയിം ഇത് മാച്ച് ആവുന്ന ബോഡി. ജസ്റ്റ് ഒരു വേർഡ് ആയതുകൊണ്ട് പറയാമെന്ന്. ചിലപ്പോൾ മേ ബി നമുക്ക് അങ്ങനെ വേർഡൊന്നും ആവില്ല, മേ ബി പല സ്ട്രിങ്ങും ക്യാരക്ടറൊക്കെ വരാം. അങ്ങനെയൊക്കെ വരുമ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാലും മാച്ചിങ് ആവുന്നുണ്ടെങ്കിൽ അതൊക്കെ വരും. ഇതൊക്കെ നമുക്ക് വളരെ യൂസ്ഫുള്ളാണ്. എന്താ വെച്ചാൽ നമ്മൾ മേ ബി എന്തെങ്കിലുമൊക്കെ തെറ്റ് പറ്റിയിട്ടുണ്ടാവും. മേ ബി നമ്മൾ കണ്ടന്റിലൊക്കെ ഡബിൾ ഇൻവേർട്ടർ കോമ വെച്ചിട്ടുണ്ടാവും. മേ ബി നമ്മളെ റിക്വയർമെൻറ്റിൽ ഈ ഡബിൾ ഇൻവേർട്ടർ കോമ ഒക്കെ റിമൂവ് ചെയ്തിട്ട് സിംഗിൾ ആക്കണം. അപ്പോൾ നമ്മൾ ഓരോന്നും പിടിച്ചിട്ട് ചെയ്യുന്നതിന് പകരം ജസ്റ്റ് അത് സെലക്ട് ചെയ്യുക, Ctrl+F അടിച്ചാൽ നമുക്കിങ്ങനെ ഒരു പോപ്പപ്പ് വരും. അതിനകത്ത് ഡബിൾ ഇൻവേർട്ടർ കോമ കൊടുക്കുക. അതിന് ഒരു ആരോ മാർക്ക് ഉണ്ട്, ആരോ മാർക്ക് നോക്കിക്കഴിഞ്ഞാൽ റീപ്ലേസ് ചെയ്യേണ്ട ക്യാരക്ടർ അവിടെ കൊടുക്കുക, സിംഗിൾ ഇൻവേർട്ടർ കോമ. എന്നിട്ട് സിംഗിൾ റീപ്ലേസ് ആണെങ്കിൽ ഇത് കംപ്ലീറ്റ് ഫയൽ മൊത്തം റീപ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതും കൊടുക്കുക. കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ അതിനനുസരിച്ച് ചേഞ്ച് വന്ന്. അപ്പം ഇങ്ങനെ കുറേ അഡീഷണൽ ആയിട്ട് നല്ല യൂസ്ഫുൾ ആകുന്ന കുറേ ഫീച്ചേഴ്സ് നമുക്ക് ഇതുപോലത്തെ ഓരോ ടെക്സ്റ്റ് എഡിറ്റേഴ്സിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അപ്പം അത്യാവശ്യം നല്ല രീതിയിൽ നിൽക്കുന്ന ഒരു ടെക്സ്റ്റ് എഡിറ്ററാണ് VS കോഡ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും മതി ഇപ്പോൾ VS കോഡിനെ പറ്റിയൊരു അവയർനെസ് ഉണ്ടാക്കിയെടുക്കാൻ. പിന്നെ നമ്മളെ ഗൂഗിൾ ക്ലാസ് റൂം, അതിൽ കുറച്ച് പേര് ഡൗട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൽ ഫയൽസ് എങ്ങനെ അപ്ലോഡ് ചെയ്യാന്നുള്ളത്. ജസ്റ്റ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം.